അപ്പോൾ നമുക്കൊരു അടിപൊളി ഹെൽത്തി ആയ കറിൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിന് ഞാനൊരു ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് പരിപ്പും ഒരു ക്യാരറ്റും കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചുവപ്പ് പരിപ്പാണ് ഞാൻ എടുത്തത്. ഇനി അതിലേക്ക് ഒരു സവാള, ഒരു തക്കാളി, ഒരു 4-5 പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കുക. അപ്പോഴേക്ക് നമുക്ക് കുറച്ച് ചീര കട്ട് ചെയ്ത് വെക്കുക. ഇനി പരിപ്പും ക്യാരറ്റൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ചീര ഇട്ട് കൊടുക്കുക. അപ്പോൾ ചീരയും പരിപ്പൊന്ന് മിക്സാക്കി ഒന്നും കൂടി വേവിച്ചെടുക്കുക. അപ്പോഴേക്ക് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കുക. അതിൽ കുറച്ച് കാന്താരി മുളകും കുറച്ച് വെളുത്തുള്ളിയും 2-3 ചെറിയ ഉള്ളിയും നല്ല ജീരകവും നന്നായി അരച്ചതിൻ്റെ ശേഷം നമുക്കതിൽ ഒഴിച്ച് കൊടുക്കുക. കാന്താരി മുളക് പറഞ്ഞാൽ നമുക്ക് കുറച്ച് എരിവിന് വേണ്ടിയിട്ടാണ് കേട്ടോ, വേറെ മുളകും പൊടി ഒന്നും ഇടുന്നില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് തിള വന്നാൽ നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കുക. വറവിട്ട് കറി ഒന്നിങ്ങോട്ട് തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിക്കും ചോറിനൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.